ഞാൻ പെട്ടെന്ന് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. അപ്പം സൗണ്ട് അടച്ചിരിക്കുകയാണ്, ഒരു ചെറിയൊരു ജലദോഷം. അപ്പോൾ നമുക്ക് ഇതിലൊരു മുട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരുന്നാണ് കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസ് ഒക്കെ കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ പുരട്ടിയോളം നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു 2 സവോള, കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഓക്കെ, നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും ക്യാപ്സിക്കം, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളേ, 2 പ്രാവശ്യമായിട്ട്. ഒരു പ്രാവശ്യത്തേനുള്ളേ, ഞാൻ 2 പ്രാവശ്യമായിട്ട് അത് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നാവട്ടെ, ഞാൻ ഇത് ഫസ്റ്റ് ട്രിപ്പിൽ പൊരിച്ചു കോരിയിട്ടുണ്ട്. സെക്കൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ പൊരിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്ര എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. നമുക്ക് എണ്ണ മാറ്റാം കേട്ടോ. എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിടാം കേട്ടോ. പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ടേക്കാം. നല്ലോണം ഒന്ന് ബ്രൗൺ ആവട്ടെ കേട്ടോ. നമുക്കതിലോട്ടൊരു 2 പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ചിങ്ങനെ എടുത്ത് വെക്കും. ഈ ബോൺലെസ് പീസ്, എല്ലില്ലാത്തതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും ഞാൻ. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ബ്രെഡിൽ എന്തെങ്കിലും മസാലയൊക്കെ ഉണ്ടാക്കി അവരെ പറ്റിക്കാൻ വേണ്ടി എടുത്ത് വെക്കും. ആ ചിക്കനാണിത്. പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ കറിയൊന്നും ഇല്ലാണ്ടായപ്പോൾ അന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇതൊക്കെ ആകുമ്പോൾ കഴിക്കുമല്ലോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, വേഗം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള മുളയ്ക്ക് അധികം കളറൊന്നും മാറണ്ട. വെറുതെ ഒന്നൊന്ന് വിട്ടൊന്ന് വന്നാൽ മതിയേ. നമുക്ക് സോസുകൾ ഒഴിക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ മതിയാവും കേട്ടോ. ഒരു 1/2 സ്പൂൺ സോയാ സോസ്. ഈ സോയാ സോസ് ഒഴിക്കുമ്പോൾ മാത്രം നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചവ ഒന്ന് പോകണമെന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് ചില്ലി സോസ് ഒഴിക്കാം. ഇതൊരു 1.5 സ്പൂണോടെ ഒഴിക്കാം കേട്ടോ. നമ്മൾ വേറെ എരിവൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ടൊമാറ്റോ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ പൊടികളൊന്നും ഇടാനില്ല. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാതെ. ക്യാപ്സിക്കം ഒട്ടും കുക്കാവണ്ടല്ലോ, ആ ഒരു ഫ്രഷ്നെസ് അല്ലേ നമുക്ക് കിട്ടണ്ടോ. ഓക്കെ, നമുക്ക് ചിക്കൻ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കഴിക്കാൻ സൂപ്പറാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ ഇത്രയും മതി കേട്ടോ. നമുക്ക് സൈഡ് ഡിഷ് പോലെ ഇങ്ങനെ കഴിക്കാം. അല്ല, നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ നമുക്ക് കലക്കി ഒഴിക്കാം കേട്ടോ. എൻ്റെ മക്കൾക്ക് ഈ ഒരു സ്റ്റെപ്പാണ് ഇഷ്ടം. അവരിങ്ങനെ ആകുമ്പോൾ, ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയാക്കല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ മതി എന്ന് പറയും. അവർക്ക് വെറുതെ കഴിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചേക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കോൺഫ്ലവർ ഒഴിക്കാതെ.
തുറന്ന് നോക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം കേട്ടോ. ഇത്രയും തന്നെ മതി, ധാരാളം. നല്ല ടേസ്റ്റാണ്. ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ഡ്രൈ ആയിരിക്കണത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 1/2 സ്പൂൺ കോൺഫ്ലവർ നമുക്ക് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാനേ. ഇനി നമ്മൾ തീ നല്ല കൂട്ടിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയും തന്നെ മതി. സൂപ്പറായിട്ടുള്ള കറി ആയിട്ടുണ്ട്. ഇത് ഈസി ചില്ലി ചിക്കനാണേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് പുരട്ടി വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയില മുകളിലിട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത്, പിന്നെ വേറെന്താ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. കൊച്ചു ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബിലാൽ ഫാത്തിമ ബ്ലോഗ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.